PSCയിലും അട്ടിമറി. 100ൽ 58 മാർക്കിന്റെ ക്വസ്റ്റിന്റെ ഉത്തരം പരിശോധിച്ചില്ല എന്ന് മാത്രമല്ല, ഒന്നാം റാങ്ക് ഇടത് അനുകൂല സംഘടന അംഗത്തിന് ലഭിക്കുകയും ചെയ്തു. 3 ആഴ്ചയ്ക്കുള്ളിൽ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച് 3 ആഴ്ചയ്ക്കുള്ളിലാണ് നിയമനം നടത്തിയത്. അതും സർക്കാരിന് ഉപദേശം നൽകുന്ന ആസൂത്രണ ബോർഡിലെ ഉന്നത പദവിയിലേക്കാണ് വഴിവിട്ട നിയമനം നടന്നിരിക്കുന്നത്. നമുക്കറിയാം, എല്ലാ സർക്കാരും ഭരിക്കുമ്പോഴും PSCയിലെ അർഹതപ്പെട്ടവർ, അതായത് റാങ്ക് ലിസ്റ്റിലുള്ളവർ ഇപ്പോഴും സമരത്തിലാണ്. കാരണം അവരെ ആരും പരിഗണിക്കുന്നില്ല. പിൻവാതിൽ നിയമനം കൊണ്ട് അടഞ്ഞിരിക്കുകയാണ് PSC. ഇപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് നീറ്റ് എക്സാമിന്റെ സ്കാം വന്നിട്ടുണ്ട്, അതുപോലെ CBSEയുടെ സ്കാം വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും വലിയ വാർത്തയായി. പക്ഷെ ഇവിടെ കേരളത്തിലെ PSCയുടെ ഈ ഒരു വഴിവിട്ട നിയമനവും അതേപോലെ 100ൽ 58 മാർക്കിന്റെ ഉത്തരം പരിശോധിക്കാത്തതൊന്നും വലിയ വാർത്തയല്ല. കാരണം ഇവിടെ ഇത് വാർത്തയാകാത്തത് ഇവിടത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നത നേതാക്കൾ വഴിവിട്ട് നിയമനം നടത്തി കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതൊന്നും പത്രമാധ്യമങ്ങളും വലിയ വാർത്തയാകാത്തത്. ഇത് വല്ല ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനങ്ങളിലോ ആയിരുന്നെങ്കിൽ എല്ലാ ന്യൂസ് ചാനലും ഒരേപോലെ ഇത് കൊട്ടി ഘോഷിച്ചേനെ. ഇവിടെയാണ് നമ്മുടെ കേരളത്തിലെ PSCയും അവിടുത്തെ നീറ്റ് എക്സാമും തമ്മിലുള്ള വ്യത്യാസം. PSC പരീക്ഷ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം അറിയാം, പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷാ മൂല്യനിർണ്ണയത്തിലാണ് വൻ ക്രമക്കേട് നടന്നിരിക്കുന്നത്. ആസൂത്രണ ബോർഡിലെ ഉന്നത പരീക്ഷയിലാണ് അട്ടിമറി ശ്രമം എന്നാണ് സംശയം. അഡീഷണൽ സെക്രട്ടറിക്ക് തത്തുല്യമായ ചീഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ പരീക്ഷയിലാണ് ക്രമക്കേട് ആരോപണം ഉയരുന്നത്. പരീക്ഷ എഴുതിയ പലരുടെയും 10 ഉത്തരങ്ങൾ പരിശോധിച്ചില്ല. ഈ പലരുടെയും എന്ന് പറയുമ്പോൾ 1-2 ആളുകളുടെ ആണെങ്കിൽ അത് നോട്ടപ്പശകാണെന്ന് വെക്കാം. പക്ഷെ 10 പേരുടെ ഉത്തരവും അതേ സെയിം ചോദ്യത്തിനുള്ള ഉത്തരം പരിശോധിച്ചില്ല എന്നുണ്ടെങ്കിൽ അതൊരു പിഴവല്ല, അതൊരു സ്കാം തന്നെയാണ്. ആർക്കോ വേണ്ടി ആരോ കരുതിക്കൂട്ടി കരുക്കൾ നീക്കി തയ്യാറാക്കിയ സ്കാം തന്നെയാണ്. കാരണം ഇപ്പോൾ PSC ഉദ്യോഗസ്ഥരിലും അതേപോലെ പല പിൻവാതിൽ പ്രവേശനം നടന്നുകൊണ്ടിരിക്കുകയാണ് പലയിടത്തായിട്ട്. കാരണം അവസാന കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ അവസാന നാളുകളിൽ പരമാവധി ആളുകളെ പിൻവാതിൽ നിയമനം കയറ്റാവോ, എത്രത്തോളം കയറ്റാവോ അത്രത്തോളം തിരികെ കയറ്റിയിട്ടാണ് സർക്കാർ ഇവിടെ നിന്ന് പടിയിറങ്ങിയിരിക്കുന്നത്. ഇതിന്റെയൊക്കെ പരിണിത ഫലം തന്നെ അനുഭവിക്കുന്നതാകട്ടെ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് PSCക്ക് വേണ്ടി പഠിച്ച് റാങ്ക് ഹോൾഡർ ആയിട്ട് റാങ്ക് ലിസ്റ്റിൽ മുൻപന്തിയിലുള്ള വിദ്യാർത്ഥികളാണ്, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിലുള്ള ആളുകളാണ് തെരുവിലിറങ്ങി പ്രതിഷേധിക്കേണ്ടി വരുന്നത്. അതിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും ആര് ഭരിച്ചാലും അവർ തെരുവിലാണ്, പ്രതിഷേധത്തിലാണ്. കഴിഞ്ഞ വർഷം തന്നെ അവരുടെ ഈ പ്രതിഷേധത്തിൽ നമ്മുടെ VD സതീശൻ പോലെയുള്ള അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ അധികാരത്തിൽ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അർഹതപ്പെട്ട സ്ഥാനം ഞങ്ങൾ നൽകുന്നതായിരിക്കുമെന്നാണ്. പക്ഷെ അത് വെറും വാക്കുകളിൽ മാത്രം ഒതുങ്ങിപ്പോയെന്ന് മാത്രമാണ് നമുക്കിപ്പോഴും പറയാൻ കഴിയുകയുള്ളൂ. എന്ന് തന്നെയാണെങ്കിലും ഇപ്പോൾ VD സതീശൻ പറഞ്ഞിരിക്കുന്നത് ഇത് വലിയൊരു സ്കാം തന്നെയാണ്. ഇതിനു വേണ്ടി ആരൊക്കെയാണോ കൂട്ടുനിന്നേക്കുന്നത് അവരെ എല്ലാം ഞങ്ങൾ വെളിച്ചത്തേക്ക് കൊണ്ടുവരുമെന്നാണ് VD സതീശൻ ഇപ്പോൾ അവരോട് പറഞ്ഞിരിക്കുന്നത്. എന്ത് തന്നെയാണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്ത് തന്നെയാണെങ്കിലും ഇനി PSCയോടുള്ള കേരളത്തിലെ യുവാക്കളുടെയും യുവതികളുടെയൊക്കെ വിശ്വാസം ഏറെക്കുറെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങളായിരിക്കുന്നു. കാരണം അർഹതപ്പെട്ടവർക്കൊന്നും ജോലി ലഭിക്കുന്നില്ല. എന്നാൽ ഓരോ PSCയുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കൗതുകത്തോടെ നോക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അവരെല്ലാം രാപ്പകലിൽ അധ്വാനിച്ച് പഠിക്കുമ്പോൾ മറുവശത്ത് കൂടി ഇരുട്ടിന്റെ മറവിൽ പിൻവാതിൽ നിയമനം കയറ്റുകയാണ് ഈ സഖാക്കന്മാരുടെ പണി. അത് തന്നെയാണ് ഇപ്പോൾ ഒരു ചെറിയൊരു അംശം മാത്രമാണ് ഇപ്പോൾ ചോർന്നിരിക്കുന്നത്. ഇനി ആള് പരിശോധിച്ചു കഴിഞ്ഞാൽ എത്രയെത്ര ആളുകളെയാണ് ഇങ്ങനെ അർഹതയില്ലാതെ ആ ഒരു കസേരകളിൽ കയറി ഇരിക്കുന്നത് കണ്ടു തന്നെ അറിയേണ്ടി വരും. ഉത്തരക്കടലാസിന്റെ പകർപ്പ് പരിശോധനയിലാണ് മാർക്ക് നൽകിയില്ലെന്ന് കണ്ടത്. പരീക്ഷ കഴിഞ്ഞ PSC അതിവേഗ നിയമനം ശുപാർശയെ നൽകി. അതായത് 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അതിവേഗ നിയമനമാണ്. അതും 1ാം റാങ്ക് ഹോൾഡറായിട്ട് അതിവേഗം നിയമിച്ചിരിക്കുന്നത് ഈ ഇടത് സംഘടനയുടെ പ്രവർത്തകനെ തന്നെയാണ്. അതായത് പാർട്ടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നെഞ്ചോട് ചേർത്ത് വെച്ച ആരെങ്കിലും ഒരാളെ ആയിരിക്കും 1ാം സ്ഥാനത്തേക്ക് ആദ്യമേ തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച 3 ആഴ്ചയ്ക്കുള്ളിലായിരുന്നു നിയമനം. പിഴവ് തിരുത്താതെയാണ് അതിവേഗ നിയമനം ശുപാർശ ചെയ്തത്. അതായത് 100ൽ 58 മാർക്കിന്റെ ഉത്തരത്തിനെ ചോദ്യം ചെയ്തില്ല അല്ലെങ്കിൽ അത് പരിശോധിച്ചില്ല എന്ന് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾ പറയുമ്പോൾ അതൊന്നും പരിഗണിക്കാതെ കാറ്റിൽ പറത്തിയിട്ടാണ്, അതൊന്നും തെറ്റാണോ ശരിയാണോ എന്ന് പോലും നോക്കാതെ നേരെ 1ാം റാങ്കിലേക്ക് ഈ ഇടതുപക്ഷ അനുഭാവിയായിട്ടുള്ള ഒരാളെ കയറ്റി വിടുകയാണ് അവർ ചെയ്തിരിക്കുന്നത്.
സംസ്ഥാന സർക്കാരിന് നേരിട്ട് ഉപദേശം നൽകുന്ന ആസൂത്രണ ബോർഡിലെ ഉന്നത പദവിയിലേക്കാണ് വഴിവിട്ട നിയമനം നടത്തിയിരിക്കുന്നത്. ഒരു ഒഴിവ് മാത്രമുള്ള പദവിയിലേക്ക് എഴുത്തു പരീക്ഷ നേരത്തെ പരീക്ഷ നടത്തിയിരുന്നെങ്കിൽ ഇത് ആരെ കാണിക്കാനുള്ള പ്രഹസനമാണ് എന്നു കൂടി കേരളത്തിലെ PSC വിദ്യാർത്ഥികളോട്, PSCയിൽ ഇപ്പോഴും വിശ്വസിക്കുന്ന ആളുകളോട് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും ബാക്കിയുള്ള മന്ത്രിമാരും ഒന്നും പറഞ്ഞു കൊടുത്താൽ കൊള്ളാം. കാരണം അവർക്ക് അതറിയണം. നേരത്തെ ഒരു പരീക്ഷ നടത്തിയിരുന്നെങ്കിൽ ആ പരീക്ഷയിൽ നിങ്ങൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവുമല്ലോ ആരാണ് ആ സ്ഥാനത്തേക്ക് വരേണ്ടതെന്ന്. പിന്നെ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ PSC ടെസ്റ്റ് നടത്തിയിട്ട് ഇത്രയും ആളുകളെ പറ്റിച്ച് 228 പേരെങ്ങാനും ആ പരീക്ഷ എഴുതിയിട്ടുണ്ട്. ആ 228 പേരില് അർഹതപ്പെട്ട ഒരാൾക്കാണോ ആ ഒരു നിയമനം ലഭിച്ചിരിക്കുന്നത്? അല്ലല്ലോ. 228 പേരെ കബളിക്കപ്പെട്ടിട്ടാണ് 228 പേരും പുറത്തു നിൽക്കുമ്പോൾ യാതൊരു യോഗ്യതയും ഇല്ലാതെ ഒരാളെയാണ് അതിലേക്ക് വന്നിരിക്കുന്നത്. എവിടെയാണ് നമ്മുടെ CJP പാർട്ടി? ഈ നീറ്റ് എക്സാമിന്റെ സ്കാമും CBSEയുടെ സ്കാമും വെച്ചിട്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് ജന്തർ മന്ദറിൽ ഇപ്പോഴും നമ്മുടെ അഭിജിത്ത് ദീപ്കയുടെ നേതൃത്വത്തില് CJP പാർട്ടി ഒത്തുകൂടിയിരിക്കുന്നത്. ഇവിടെ കൊച്ചു കേരളത്തിൽ ഇത്രയും വലിയൊരു സ്കാം നടന്നിട്ട് ഒരാൾക്കും മിണ്ടാൻ കഴിയുകയില്ല, മിണ്ടുന്നുമില്ല, പ്രതിഷേധിക്കുന്നില്ല. ഇപ്പോൾ പ്രതിപക്ഷത്ത് ഇരിക്കുന്നവൻ തന്നെയാണ് ഇപ്പോൾ ഈ വലിയ സ്കാം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഭരണപക്ഷത്ത് ഇരിക്കുന്നവർ പോലും ഇതിനെതിരെ അക്കാമാവുന്ന ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. VD സതീശനാണെങ്കിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ ഇത്ര കാര്യങ്ങൾ മാത്രമാണ്. ഞങ്ങൾ ഇതിന്റെ ആരാണോ തെറ്റ് ചെയ്തിരിക്കുന്നത് അവരെ മാത്രം കണ്ടെത്തുമെന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലേക്ക് പ്രതിഷേധം ആർക്കും വേണ്ട, ആർക്കും അവർക്ക് PSC ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി സംസാരിക്കുക പോലും ആർക്കും ചെയ്യേണ്ട. കാരണം ഇവിടെ അധികാരത്തിൽ വന്നിരിക്കുന്നത് കോൺഗ്രസ് ആണെന്നുണ്ടെങ്കിലും പക്ഷെ ഇപ്പോഴും പ്രതിപക്ഷത്തിന്റെ മുമ്പിൽ പലപ്പോഴും കോൺഗ്രസ് മുട്ടുമടക്കുകയാണ്. എന്താണ് കാരണമെന്ന് കോൺഗ്രസിന് പോലും ധാരണയില്ല. കാരണം പ്രീണനത്തിന്റെ ഭാവം കൊണ്ട് മാത്രം അധികാരത്തിൽ കയറിയ കോൺഗ്രസിന് പ്രതിപക്ഷത്തിരിക്കുന്ന CPM-നോട് ഇപ്പോഴും ഏറ്റുമുട്ടാൻ, പലപ്പോഴും വാക്കുകൾ കൊണ്ടും ഏറ്റുമുട്ടാൻ വളരെ വളരെ പേടിയാണ്, വളരെ വളരെ പുറകിലുമാണ്. അതുകൊണ്ട് തന്നെയാണ് പല സുപ്രധാന സംഭവങ്ങൾ പോലും പ്രതിപക്ഷത്തിരിക്കുന്നവർ വളച്ചൊടിച്ച് പറയുമ്പോഴും ഭരണപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിന് കാമാവുന്ന അക്ഷരം ഇടാൻ പറ്റാത്തത്. PM ശ്രീ വിഷയം തന്നെ ആദ്യം ഒപ്പിട്ടത് V ശിവൻകുട്ടിയാണ്. CPI പാർട്ടിയോട് പോലും അനുവാദം ചോദിക്കാതെ തലയിൽ മുണ്ടിട്ട് പോയി ഒപ്പിട്ടു എന്നാണ് ഇന്നത്തെ ആരോഗ്യമന്ത്രിയായ K മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് പോലും എതിർത്ത് പറയാൻ പറ്റുന്നില്ല. പക്ഷേ സഹമന്ത്രിമാർ വളരെ ശക്തമായ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും പ്രതിപക്ഷം പറയുന്നത് ഞങ്ങൾ ഒപ്പിട്ടിട്ടില്ല എന്നാണ്. എന്തുകൊണ്ടാണ് ഈ ഒപ്പിട്ടിട്ടില്ല എന്ന ഈ ഒരു വാദത്തെ തച്ചുടച്ച് കളയാനായിട്ട് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ VD സതീശനും ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ ശംസുദ്ദീൻ ഒന്ന് പറ്റാത്തത് അല്ലെങ്കിൽ സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് അവർ പേടിക്കുന്നത്? ആ ഒരു പേടി ഇനി ഈ PSC വഴിവിട്ട നിയമനത്തിന് ബാധിക്കുമോ എന്നാണ് കേരളത്തിലെ ജനങ്ങൾ കണ്ടറിയേണ്ടത്. കാരണം ഇപ്പോൾ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത് പഴയ പിണറായി സർക്കാരിന്റെ 3.0 വേർഷൻ അല്ല, അതായത് മറ്റൊരു സർക്കാരാണ്. ആ സർക്കാരിൽ ഒരു വിശ്വാസം ജനങ്ങൾക്കുണ്ട്. ആ വിശ്വാസം നിങ്ങൾക്ക് മുൻനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ PSCയിൽ ഈ വഴിവിട്ട നിയമനത്തെ നിങ്ങൾ തച്ചുടക്കുക തന്നെ ചെയ്യണം. എവിടെന്നാണ് ഇതിന്റെ ആസൂത്രണം തുടങ്ങിയതെന്ന് കണ്ടെത്തി ആരിലേക്കാണ് എത്തുന്നത് കണ്ടെത്തി അവരെ യഥാവിധം ശിക്ഷിച്ചാൽ മാത്രമേ ഇനി നിങ്ങൾക്കും ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ പറ്റുകയുള്ളൂ. അതുപോലെ PSC ഉദ്യോഗാർത്ഥികളുടെ വിശ്വാസതയും നിങ്ങൾക്ക് പിടിച്ചുവെക്കാൻ സാധിക്കുകയുള്ളൂ.